Good afternoon. Okay, good afternoon. Good afternoon, ma'am. Good afternoon. ഊണൊക്കെ കഴിച്ചോ എല്ലാവരും? കഴിച്ചു കഴിച്ചല്ലേ? ഓക്കെ ഓക്കെ. ജസ്മിന് കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചു. ഓക്കെ. അപ്പോ ഇന്ന് 1.5 മണിക്കൂറേ ക്ലാസ് ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. 1.5 മണിക്കൂറേ ക്ലാസ് ഉണ്ടായിരിക്കുള്ളൂ. 3 മണി വരെ കേട്ടോ. ഞാൻ തന്നെയായിരിക്കും എടുക്കുന്നുണ്ടാവാം. കഴിഞ്ഞ വെള്ളിയാഴ്ച എന്റെ ക്ലാസ്സിന് ആണ് കയറിയിട്ട് അപ്പൊ ഒരു കോമ്പൻസേഷൻ വേണം. അപ്പൊ അതുകൊണ്ടാണ് ഈ വെള്ളിയാഴ്ച ഞാൻ എടുക്കാന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോ 1.5 മണിക്കൂറിന്റെ ക്ലാസ് ആയിരിക്കും. അപ്പൊ നമുക്ക് തുടങ്ങാം. ക്ലാസ് തുടങ്ങാം. പതുക്കെ നമുക്ക് പോവാം കേട്ടോ. ഓക്കെ, 1.5 മണിക്കൂറല്ലേ? ശരി, അപ്പൊ നമുക്ക് ഓൺ മ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഓൺ മ്യൂട്ട് കൊടുക്കാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങള് നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? വായിച്ചു നോക്കിയോ നിങ്ങള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങള്? ഓക്കെ, വായിച്ചു നോക്കി അല്ലേ? അപ്പോ ഞാൻ എക്സാം ടൈം ടേബിൾ കണ്ടിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു ദിവസം 2 എക്സാം വീതം വരുന്നുണ്ട് അല്ലെ? ഓക്കെ, കണ്ടിട്ടുണ്ട്. അവരങ്ങനെയാണ് ഡിസൈഡ് ചെയ്തേക്കുന്നത്. അപ്പോ എന്തായാലും നിങ്ങൾ ഇപ്പോഴേ തന്നെ പഠിച്ചു തുടങ്ങാം കേട്ടോ. പഠിച്ചു തുടങ്ങാൻ തന്നെ പഠിക്കാം. പഠിച്ചുകൊണ്ടിരിക്കാം. അവസാന സമയത്തേക്ക് വെക്കണ്ട കേട്ടോ. ഓക്കെ, ഇത് അവരുടെ തീരുമാനങ്ങളാണ്. അപ്പം നമ്മള് കറക്റ്റ് ആയിട്ട് ഇപ്പോഴേ തന്നെ അന്നന്ന് എടുക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിക്കാം. കിട്ടുന്ന സമയത്തൊക്കെ റിവിഷൻ ഒക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ആ ടൈം ആവുമ്പോഴേക്കും നിങ്ങൾക്ക് തീർക്കാൻ പറ്റും, വായിച്ചെത്തിക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെന്താണ്, കഴിഞ്ഞ ക്ലാസ്സില് അപ്പൊ നമ്മൾ പറഞ്ഞത് നമ്മൾ കുറെ നാളായിട്ട് മെഡിക്കൽ റെക്കോർഡ് വെച്ചിരിക്കാൻ തുടങ്ങിയിട്ട്. അതായത് മെഡിക്കൽ റെക്കോർഡിന്റെ ഫോർമാറ്റിനെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ? 4 ടൈപ്പ് ഓഫ് ഫോർമാറ്റ് ആണ് നമ്മൾ കണ്ടത് അല്ലെ? 4 ടൈപ്പ്. ഇത് 4 ടൈപ്പ് അല്ല, 3 ടൈപ്പ് അല്ലെ? 3 ടൈപ്പ് ഫോർമാറ്റിംഗ് ആണ് നമ്മൾ കണ്ടത്. ഇതൊക്കെയാണ് 3 ടൈപ്പ് എന്ന് പറയുന്നത്. ഒന്ന് SOMR ആണ് അല്ലെ? സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് അല്ലെ? പിന്നെന്താണ് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്, POMR. പിന്നെ എന്താണ് ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, എന്താണത്? അതന്നെ SOMR, POMR. പിന്നെന്താണ് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് അല്ലെ? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. അങ്ങനെ 3 ടൈപ്പ് ഓഫ് ഫോർമാറ്റ് ആണ് നമ്മൾ കണ്ടത്. അതിനകത്ത് ആദ്യം നമ്മൾ പറഞ്ഞത് സോഴ്സ് ഓറിയന്റഡ് ആയിട്ടുള്ള മെഡിക്കൽ റെക്കോർഡാണ് അല്ലെ? സോഴ്സ് ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഓരോ സോഴ്സിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളെ ഒരു സോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അല്ലെ? അതായത് സോഴ്സ് എന്ന് വെച്ചാൽ ഒരു എന്താണ് ഡിപ്പാർട്ട്മെന്റ് വൈസ് ആയിട്ട് അല്ലെ? ആ രീതിയിലെ വിവരങ്ങൾ നമ്മൾ ഓർഗനൈസ് ചെയ്ത് രേഖപ്പെടുത്തുന്ന ആ ഒരു ഫോർമാറ്റ് ആണ് എന്തെന്ന് പറയുന്നത് SOMR അല്ലെ? സോഴ്സ് ഓറിയന്റഡ്. അപ്പൊ ലാബിൽ നിന്നാണെങ്കിൽ ലാബിലെ മാത്രം വിവരങ്ങൾ ഒരു ഗ്രൂപ്പിൽ അല്ലെ? റേഡിയോളജി ആണെങ്കിൽ റേഡിയോളജി എന്ന് പറയുന്ന ആ ഒരു സോഴ്സിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ ഒരു ഗ്രൂപ്പിൽ നിന്നും അങ്ങനെ സോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് അവിടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത്. അപ്പോ അതിന്റെ അഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞു. അത് തന്നെ സോഴ്സ് അതിന്റെ സൂക്ഷ്മ ലഭിക്കുന്ന ഇൻഫർമേഷൻ രേഖപ്പെടുത്തും. അപ്പോ അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്താണ് ഒരേ സോഴ്സിൽ നിന്നുള്ള വിവരങ്ങൾ നമ്മൾ ഒരുമിച്ചാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നത്. ഒരേ സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളെ ഒരുമിച്ച് ഓർഗനൈസ് ചെയ്യുമ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ആ ഒരു രോഗിയെ പറ്റി നടത്തിയിട്ടുള്ള അസസ്മെന്റുകളും അതുപോലെ ട്രീറ്റ്മെന്റുകളും ഒബ്സർവേഷൻസ് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ശരിയല്ലേ? അപ്പൊ ലാബിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രമായിട്ട് കിട്ടുമ്പോൾ നമുക്ക് എളുപ്പമാണ്. അപ്പൊ ലാബ് സംബന്ധമായിട്ട് അല്ലെങ്കിൽ ലാബ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗം ആ ഒരു പേഷ്യന്റിന്റെ നടത്തിയിട്ടുള്ള അസസ്മെന്റുകള്, ട്രീറ്റ്മെന്റുകള്, ഒബ്സർവേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വായിച്ച് മനസ്സിലാക്കാനും നമുക്ക് ഈസി ആയിട്ട് അതിനെ പറ്റി ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് അതിന്റെ അഡ്വാൻറ്റേജ്. അതേസമയം തന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണ്? നമ്മൾ ഓരോ സോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് വിവരങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നത്. അപ്പൊ ഒരു നിശ്ചിത സമയത്ത്
ഒരു രോഗിയുടെ എല്ലാ പ്രോബ്ലംസിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഇവിടെ സോഴ്സിന് അപ്പൊ ലാബ് എടുക്കുമ്പോൾ ലാബിലെ വിവരങ്ങൾ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ റേഡിയോളജി എടുക്കുമ്പോൾ റേഡിയോളജിയിലെ മാത്രം വിവരങ്ങളെ നമുക്ക് ലഭിക്കുന്നുള്ളൂ. പക്ഷെ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഒരു രോഗിക്ക് പല പല അസുഖങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ ഒരു നിശ്ചിത സമയത്തുള്ള രോഗിയുടെ ആരോഗ്യ പ്രശ്നങ്ങള് നമുക്ക് തീരുമാനിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതാണ് SOMRന്റെ ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞത്. എന്താ സുഷ? അത് തന്നെ, പെട്ടെന്നുള്ള ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല. പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് മൊത്തത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ എന്താണ്, അതിപ്പോ ലാബിൽ മാത്രമല്ലല്ലോ, റേഡിയോളജിയിലോ മറ്റു ഫിസിക്കൽ എക്സാമിനേഷന്റെ റിപ്പോർട്ടുകളും എല്ലാം അടങ്ങുന്നതാണ് ഒരു രോഗിയുടെ പ്രശ്നങ്ങൾ. അതിനെ കുറിച്ച് നമുക്കൊരു കംപ്ലീറ്റ് വിവരങ്ങൾ പെട്ടെന്ന് കിട്ടില്ല. പക്ഷെ എന്താണ്, ഒരു വിഭാഗത്തിന് മാത്രമായിട്ടാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. പക്ഷെ എല്ലാ പ്രശ്നങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് നമ്മുടെ SOMRന്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും പറഞ്ഞത്. പിന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞതാണ് POMR ആണ് അല്ലെ, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ അവിടെ എന്താണ്, രോഗികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, അവരുടെ ആശങ്കകൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, വിവരങ്ങൾ ഓർഗനൈസ് ചെയ്യും, രേഖപ്പെടുത്തുന്ന രീതിയാണ് അല്ലെ POMR എന്ന് പറയുന്നത്, പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിങ്ങില് 4 പാർട്ട് ഉണ്ട് അല്ലെ, 4 ഭാഗങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു, ഒന്ന് ഡാറ്റാബേസ് ആണ്. ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഒരു രോഗിക്ക് വേണ്ടിയിട്ട് കളക്ട് ചെയ്യേണ്ട അവശ്യ വിവരങ്ങൾ ഉൾപ്പെടുന്നതാണ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞത് അല്ലെ. അതിനകത്ത് എന്തെല്ലാം വിവരങ്ങളാണ് ഉള്ളത് നമ്മൾ അതിനകത്ത് കണ്ടിരുന്നു അല്ലെ. ഡെമോഗ്രഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ അത് ഓരോന്നും ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അവരുടെ ചീഫ് കംപ്ലൈന്റ്, നിലവിലുള്ള പ്രസന്റ് ഇൽനെസ്, അവരുടെ പ്രൊഫൈല്, പിന്നെ അവരുടെ സോഷ്യൽ ഡാറ്റ, ഡെമോഗ്രഫിക് ഇൻഫർമേഷൻസ്, പിന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ലാബ് ഡാറ്റ, അങ്ങനെയുള്ള ഫിസിക്കൽ എക്സാമിനേഷൻ ഫൈൻഡിങ്സ്, അത്തരത്തിലുള്ള വിവരങ്ങളായിരിക്കും അതിനകത്ത് ഉൾപ്പെടുന്നത്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് പ്രോബ്ലം ലിസ്റ്റ് ആണ്, രണ്ടാമത്തെ പാർട്ട്. പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു രോഗിയെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാവിധ പ്രശ്നങ്ങളെയും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ലിസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. മെഡിക്കൽ സർജിക്കൽ മാത്രമല്ല അല്ലെ, സോഷ്യൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, സൈക്കോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ, കമ്മ്യൂണിറ്റി പരമായിട്ടുള്ള, അങ്ങനെ എല്ലാവിധ പ്രശ്നങ്ങളും അവിടെ രേഖപ്പെടുത്തും. അത് നമ്മൾ പറഞ്ഞു. പിന്നെ മാത്രമല്ല നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും പ്രോബ്ലം രേഖപ്പെടുത്തുമ്പോൾ അതൊരു ഫിസിഷ്യന്റെ ലെവൽ ഓഫ് ഇന്റർപ്രിട്ടേഷൻ റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ അവിടെ പ്രോബ്ലം എന്ത് ചെയ്യേണ്ടത്, രേഖപ്പെടുത്തേണ്ടത് അല്ലെ. അങ്ങനെ നമ്മൾ പറയും. പിന്നെ പ്രോബ്ലം ലിസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, സ്ഥിരമായിരിക്കും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. കാര്യം എന്താണ്, അതിന് പല കൂട്ടിച്ചേർക്കലുകളും അതുപോലെ തന്നെ എന്താണ് മാറ്റങ്ങൾ നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കും. പുതിയ പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾ പുതിയ പ്രോബ്ലംസ് ആണെന്ന് പറഞ്ഞതില് ലിസ്റ്റ് ചെയ്ത് അല്ലെ. പിന്നെ എന്താണ്, പഴയ, അതായത് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുള്ള പരിഹരിച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണെങ്കിൽ അത് സൊല്യൂഷൻ കണ്ടെത്തി അല്ലെങ്കിൽ അത് പരിഹരിച്ചു എന്നുള്ള ആ ഒരു ചേഞ്ച് നമ്മൾ അവിടെ എത്തിച്ചേർക്കും അല്ലെ. അപ്പൊ എപ്പോഴും അത് സ്ഥിരമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ പല കൂട്ടിച്ചേർക്കലുകളും മാറ്റങ്ങളും വരുത്തിക്കൊണ്ടിരിക്കും. ഇത്രയാണ് നമ്മൾ അവിടെ പറഞ്ഞത്. പിന്നെ ഇനീഷ്യൽ പ്ലാൻ അല്ലെ, പ്രോബ്ലം ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എന്താണ്, ആ പ്രോബ്ലം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള പ്ലാനിങ്ങുകൾ നടത്താനുള്ളതാണ് അല്ലെ. പ്രാരംഭ പ്ലാനുകളാണ്, പ്രാരംഭ പദ്ധതികളാണ് പിന്നീട് ആസൂത്രണം ചെയ്യുന്നത്. അതിലെന്താണ്, ആ രോഗിയുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആരോഗ്യ അവസ്ഥയെ സംബന്ധിച്ച് അവർക്ക് കൊടുക്കേണ്ട നിർദ്ദേശങ്ങള്, അതുപോലെ നമുക്ക് കളക്ട് ചെയ്യേണ്ടതും തള്ളിക്കളയേണ്ടതായിട്ടുള്ള വിവരങ്ങൾ, അതെല്ലാം തന്നെ നമ്മൾ അതിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തും. അതായത് എന്ത് ട്രീറ്റ്മെന്റ് പ്ലാൻ ആണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഇനീഷ്യൽ പ്ലാൻസിനകത്താണ് നമ്മൾ രേഖപ്പെടുത്തി വെക്കുന്നത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത്, ഏറ്റവും ഒടുവിൽ പറഞ്ഞത് പ്രോഗ്രസ് നോട്ട്സ് ആണ്. പ്രോഗ്രസ് നോട്ട്സ് ഓൾറെഡി നമ്മൾ പഠിച്ചു അല്ലെ. ക്ലിനിക്കൽ ഡാറ്റ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞില്ലേ പ്രോഗ്രസ് നോട്ട് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു രോഗി അഡ്മിറ്റ് ആവുന്നത് അത് തന്നെ മോണിറ്റർ ചെയ്യുന്ന സംഭവമാണ് അല്ലെ. അതായത് ആ രോഗി അഡ്മിറ്റ് ചെയ്യുന്നത് തൊട്ട് ഡിസ്ചാർജ് ചെയ്യുന്നത് വരെയുള്ള അവരുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് അത്തരം വിവരങ്ങൾ രേഖപ്പെടുത്തുന്നത് പ്രോഗ്രസ് നോട്ടിനകത്താണ്. അതെ അതെ, സാധ്യത കറക്റ്റ് ആണ് കേട്ടോ. ഫോളോ അപ്പ് സൂക്ഷ്മ കറക്റ്റ് ആണ്. ഫോളോ അപ്പ് നോട്ടുകളാണ് അല്ലെ അതിനകത്ത് ഉണ്ടായിരിക്കാം.
പിന്നെ നമ്മൾ പറഞ്ഞു അതിൽ ഓരോ നോട്ടിനും മുമ്പായിട്ട് ആ ഒരു പ്രശ്നത്തിനെ പറ്റിയുള്ള ഒരു ബ്രീഫ് ടൈറ്റിൽ, അല്ല ആ ഒരു പ്രശ്നം എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് വായിക്കുമ്പോൾ മനസ്സിലാവാൻ പാകത്തില് അതിന്റെ ഒരു ടൈറ്റിലും ആ ഒരു പ്രോബ്ലം നമ്പറും ഒക്കെ ഈ നോട്ടിന് മുമ്പായിട്ട് എഴുതും. ആ എഴുതുന്ന രീതിയിലാണ് നമ്മൾ സോപ്പ് എന്ന് പറയുന്നത്, അല്ലെ? സോപ്പിംഗ് രീതിയിലാണ് അത് എഴുതുന്നത്. അതായത് ഒരു പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡിനകത്ത് നമ്മൾ ഈ പ്രോഗ്രസ് നോട്ട് എഴുതുന്ന ആ രീതിയെ നമ്മൾ സോപ്പിംഗ് രീതി എന്നാണ് പറയുന്നത്. സോപ്പിംഗ്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് സോപ്പ്, അല്ലെ? സോപ്പ്. അപ്പൊ SOAP സോപ്പ്. അതിൽ എസ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? സബ്ജക്റ്റീവ് ആണ്, അല്ലെ? സിംറ്റോമാറ്റിക് ആണ് എന്ന് വെച്ചാൽ രോഗലക്ഷണങ്ങള്, അതുപോലെ രോഗിക്ക് ആ രോഗത്തെ പറ്റിയുള്ളവരുടെ എന്താ പറയാ ആകുലതകള്, അവരുടെ കൺസേൺസുകളെല്ലാമാണ് സബ്ജക്റ്റീവിനകത്ത്. അതായിരിക്കും നമ്മൾ ആദ്യം രേഖപ്പെടുത്തുക. അതുകൊണ്ടാണ് ആ ഭാഗം സബ്ജക്റ്റീവ്. എസ് ഫോർ സബ്ജക്റ്റീവ്. O എന്താണ്? ഒബ്ജക്റ്റീവ് ആണ്, അല്ലെ? മെഷറബിളും ഒബ്സർവബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ വൈറ്റൽ സയൻസ്, ബ്ലഡ് പ്രഷർ, ഓക്സിജൻ സാച്ചുറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെ? പിന്നെ ഈ പറയുന്ന പോലെ എന്താ പറയുക വൈറ്റൽ സയൻസ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം അതിനകത്ത് പറ്റും. അതുപോലെ ലാബ് ഡാറ്റകളൊക്കെ ഒബ്സർവബിൾ ആണ്, അല്ലെ? അപ്പൊ അതാണ് രണ്ടാമത്തെ ഭാഗമായിട്ട് നമ്മൾ അതാണ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കേട്ടോ. A4 എന്താണ്? അസസ്മെന്റ് ആണ്. അതെ, അസസ്മെന്റ്. അസസ്മെന്റ് എന്ന് പറയുമ്പോൾ ആ രോഗിയെ പറ്റിയുള്ള ഹെൽത്ത് പ്രൊവൈഡറുടെ ആ ഒരു വിലയിരുത്തൽ, അതാണ് അസസ്മെന്റ്. A4 അസസ്മെന്റ്. ലാസ്റ്റ് എന്താണ്? P4 പ്ലാനിങ്, അല്ലെ? അവർക്ക് എന്ത് ട്രീറ്റ്മെന്റ് പ്ലാൻ ആണ് അസസ് ചെയ്തിട്ട് എന്ത് ട്രീറ്റ്മെന്റ് പ്ലാൻ ആണ് അവർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അതിനകത്ത് രേഖപ്പെടുത്തുക. അപ്പൊ ആ ഒരു ഫോർമാറ്റിലാണ് കേട്ടോ. നമ്മൾ ലാസ്റ്റ് പറഞ്ഞു ദ റൈറ്റിംഗ് ഓഫ് പ്രോഗ്രസ് നോട്ട്സ് in the POMR format is often referred to as SOAPing. Okay, ഇത് പഠിച്ചു വെക്കണം കേട്ടോ. നിങ്ങളോട് ചോദിക്കാം റൈറ്റിംഗ് ഓഫ് പ്രോഗ്രസ് നോട്ട്സിന്റെ POMR ഫോർമാറ്റില് എന്താണ് referred to as dash, എന്താണ് പറയാ? സോപ്പിംഗ്. അങ്ങനെ ഒരു കാര്യങ്ങൾ ചോദിക്കാം കേട്ടോ. എന്താണ് ശ്രീലക്ഷ്മി? സോപ്പിംഗ് അല്ലോ. എസ് എന്താണ്? സബ്ജക്റ്റീവ് ആണ്. O ഫോർ ഒബ്ജക്റ്റീവ് ആണ്. E ഫോർ അസസ്മെന്റ് ആണ്. ആൻഡ് P ഫോർ പ്ലാനിങ് ആണ്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആയല്ലോ? എന്താണ്? ഓക്കെ ഓക്കെ, കൈ തട്ടിയതാണ് അല്ലെ? ഓക്കെ ശ്രീലക്ഷ്മി. അടുത്തത് കേട്ടോ. അപ്പൊ ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് തുടങ്ങാന്ന് ഓർത്തിട്ടാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ഇതിന് ക്വസ്റ്റ്യൻസ് ഒക്കെ വരും കേട്ടോ. അടുത്തത് ലാസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ്, അല്ലെ? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്സ് എന്തായിരിക്കും? ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ SOMR സോൾസിനെ ബേസ് ചെയ്തു, അല്ലെ? ഓർഗനൈസ് ചെയ്തു. POMR ആണെങ്കിൽ രോഗിയുടെ പ്രോബ്ലത്തിനെ ബേസ് ചെയ്തു. പക്ഷെ ഇന്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ എന്താണെന്ന് അറിയാമോ? സംയോജിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്, അല്ലെ? സംയോജിപ്പിക്കുക. അപ്പൊ അവിടെ ഒരു രോഗി റിലേറ്റഡ് ആയിട്ട് ലഭിക്കുന്ന എല്ലാ വിവരങ്ങളും എന്ത് ചെയ്യാണ്? അന്ന് സംയോജിപ്പിക്കുകയാണ്, ഇന്റഗ്രേറ്റ് ആണ്. അല്ലാണ്ട് ഒരിക്കലും ഒരു സോഴ്സിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ടോ അല്ല അവിടെ ഓർഗനൈസ് ചെയ്ത് കിട്ടുന്ന വിവരങ്ങൾ എന്താണ്? ഒരുമിച്ച് ഗ്യാതറിംഗ് ആണ്, അല്ലെ? അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ നോക്കാം അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റുകളാണ് കേട്ടോ. കാര്യം അത് ഒരുമിച്ച് ഈ പോയിന്റുകൾ തന്നെയാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. അതായത് ഈ ഫോർമാറ്റ് പറഞ്ഞപ്പോ നമ്മൾ ഈ 4 പോയിന്റ് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഇതെല്ലാം എന്തിന്റെ പ്രത്യേകതകളാണെന്ന് നമ്മൾ പറഞ്ഞത്? IMR, അല്ലെ? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിങ്ങിന്റെ പ്രത്യേകതയാണ്. സെയിം കൺസെപ്റ്റ് ആണ്, സെയിം പോയിന്റുകൾ തന്നെയാണ് എവിടെയും പറയുന്നത്, ഇവിടെയും പറഞ്ഞു പോകുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം. ഓൾ ഫോംസ് ആർ കണ്ടെയ്ൻഡ് ഇൻ സ്ട്രിക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ, അല്ലെ? ഈ IMRനകത്ത് എന്താണ്? എല്ലാ ഫോമുകളും ഒരു കൃത്യമായിട്ടുള്ള കാലക്രമത്തിലാണ് അവർ എന്ത് ചെയ്യുന്നത്? കമ്പൈൻ ചെയ്യുന്നത്, അല്ലെ? കൃത്യമായിട്ടുള്ള ഒരു കാലക്രമത്തിൽ അഥവാ ക്രോണോളജിക്കൽ ഓർഡറിലാണ് എന്ത് ചെയ്യുന്നത്? എല്ലാ ഫോംസുകളും അവിടെ കമ്പൈൻ ചെയ്യുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അങ്ങനെ ചോദിക്കും, പ്രത്യേകത തന്നിട്ട് ഏതാണ് എന്ന് നിങ്ങളോട് ചോദിക്കും കേട്ടോ. അടുത്ത നോക്കിയേ, ഓൺ ദ നഴ്സിംഗ് സ്റ്റേഷൻ the most current entries will be at the beginning of the record. On the discharge, it will be reorganized so that the complete medical record reads from admission to discharge. എന്താണ് പറയുന്നത്? അതായത് നഴ്സിംഗ് സ്റ്റേഷനിൽ എങ്ങനെയാണ്? അതായത് ഡ്യൂറിംഗ് ദ പേഷ്യന്റ് സ്റ്റേ സമയത്ത് ഈ പറയുന്ന ലേറ്റസ്റ്റ് എൻട്രീസ്, അല്ലെ? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ എവിടെയായിരിക്കും?
റെക്കോർഡിന്റെ മുകളിലായിരിക്കും. സ്വാഭാവികമാണ്, കാര്യം നമ്മൾ ക്രോണോളജിക്കൽ ഓർഡറിലാണ് ഇതിനെ കമ്പൈൻ ചെയ്യുന്നത്. അപ്പൊ പഴയ തീയതി തൊട്ട് ഏറ്റവും ഏർലിയസ്റ്റ് ഡേറ്റ് നടന്നത് തൊട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ഡേറ്റ് വരെയുള്ള ആ ഒരു രീതിയിലായിരിക്കും ഇവിടെ പോകുന്നുണ്ടാവുക അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് ഏറ്റവും ലേറ്റസ്റ്റ് കറന്റ് എൻട്രീസുകൾ എപ്പോഴും റെക്കോർഡിന്റെ ആരംഭത്തിലായിരിക്കും അല്ലെ, ബിഗിനിങ്ങിലായിരിക്കും. പിന്നെന്താണ്, ഏറ്റവും പഴയതാണെങ്കിലോ അത് താഴെയായിട്ടായിരിക്കും അല്ലെ, ബോട്ടം ഓഫ് ദ റെക്കോർഡ് താഴെയായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓൺ ദ ഡിസ്ചാർജ് ഇറ്റ് വിൽ ബി റീഓർഗനൈസ്ഡ് സോ ദാറ്റ് ദ കംപ്ലീറ്റ് മെഡിക്കൽ റെക്കോർഡ് റീഡ്സ് ഫ്രം അഡ്മിഷൻ ടു ഡിസ്ചാർജ്. ഇനി ഡിസ്ചാർജിന്റെ സമയത്തുമ്പോ നമ്മൾ എന്ത് ചെയ്യേണ്ട, എല്ലാം കിട്ടിയ വിവരങ്ങളെല്ലാം പരസ്പരം എന്താണ് സംയോജിപ്പിച്ചേക്കാണ് അല്ലെ. ഡിസ്ചാർജ് സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ കിട്ടുന്ന ഈ വിവരങ്ങളെല്ലാം തന്നെ റീഓർഗനൈസ് ചെയ്യാണ്. റീഓർഗനൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, അവിടുത്തെ ഇൻഫർമേഷൻസിന് നമ്മൾ റീഅറേഞ്ച് ചെയ്യാണ് അല്ലെ. റീഅറേഞ്ച്ഡ് ദ ഇൻഫർമേഷൻ, അത് ഒക്കർ ചെയ്ത, അത് സംഭവിച്ച ആ ഒരു ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ വിവരങ്ങളെ നമ്മൾ റീഓർഗനൈസ് ചെയ്യും. അപ്പൊ അങ്ങനെ റീഓർഗനൈസ് ചെയ്യുമ്പോൾ അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് മെഡിക്കൽ റെക്കോർഡ് റീഡ്സ് ഫ്രം അഡ്മിഷൻ ടു ഡിസ്ചാർജ്. അപ്പൊ നമുക്ക് ഒരു കറക്റ്റ് ഓർഡറിൽ, അതായത് ആ ഒരു അഡ്മിഷൻ തൊട്ട് ഡിസ്ചാർജ് ചെയ്യുന്നത് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് ഒരു ഓർഡറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് എന്തിന്റെ പ്രത്യേകതയാണ്, IMRന്റെ പ്രത്യേകത. ആദ്യം നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അവർ ഒരുമിച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുന്നു അല്ലെ, ഒരുമിച്ച് സംയോജിപ്പിക്കുന്നു. അതിനുശേഷം ഡിസ്ചാർജിന്റെ സമയത്ത് അവർ എന്ത് ചെയ്യും, ഈ കിട്ടിയ വിവരങ്ങളെ റീഓർഗനൈസ് ചെയ്യും. എന്ന് വെച്ചാൽ അതിനെ സംഭവിച്ച അതിന്റെ അടിസ്ഥാനത്തിന്, അതിനെ ബേസ് ചെയ്ത് ആ ഒരു ഓർഡറിൽ അതിന്റെ ഇൻഫർമേഷൻസിനെ കംപ്ലീറ്റ് എന്ത് ചെയ്യാണ്, റീഓർഗനൈസ് ചെയ്യാണ് അല്ലെ, പുനഃസംഘടിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് ആ ഒരു രോഗിയുടെ അഡ്മിഷൻ തൊട്ട് ഡിസ്ചാർജ് വരെയുള്ള കാര്യങ്ങള് വളരെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വായിക്കാനും അല്ലെ, വായിച്ച് നമുക്ക് ഇന്റർപ്രിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത്, സോ എ പേഷ്യന്റ് റെക്കോർഡ് may have history and physical examination followed by a progress note, then a nurse's note, X-ray report, additional progress notes, consultation report and so. അപ്പൊ ആ രീതിയിലായിരിക്കും വരുന്നത്. റീഓർഗനൈസ് ചെയ്യുമ്പോൾ ഏത് രീതിയിലായിരിക്കും, പേഷ്യന്റിന്റെ റെക്കോർഡിൽ അവരുടെ ഹിസ്റ്ററി ഉണ്ടായിരിക്കും, പിന്നെ അവരുടെ ഫിസിക്കൽ എക്സാമിനേഷൻ, അതിനെ തുടർന്ന് ഒരു പ്രോഗ്രസ് നോട്ട് ഉണ്ടായിരിക്കും, നഴ്സസ് നോട്ട് ഉണ്ടായിരിക്കും, എക്സ്റേ റിപ്പോർട്ട്, പിന്നെ മറ്റുള്ള അഡീഷണൽ പ്രോഗ്രസ് നോട്ട്സ്, കൺസൾട്ടേഷൻ റിപ്പോർട്ട്, ആ ഒരു രീതിയിൽ അതിനെ റീഓർഗനൈസ് ചെയ്യും. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇതെല്ലാം എന്തിന്റെ പ്രത്യേകതയാണ്, ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിന്റെ. അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു ക്രോണോളജിക്കൽ ഓർഡറിലെ വിവരങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത് ഏത് ഫോർമാറ്റിലാണ്. ക്രോണോളജിക്കൽ ഓർഡറിന് കേട്ടോ നിങ്ങൾ എഴുതണം നമ്മുടെ ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ്, സോഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടാണ് വിവരങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നതെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് ഫോർമാറ്റ് ആണ്, അത് SOMR ആണ്. ഓക്കെ, ഇനി രോഗിയുടെ പ്രോബ്ലംസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് വിവരങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നതെങ്കിൽ അത് ഏത് ടൈപ്പ് ഓഫ് ഫോർമാറ്റ് ആണ്, അത് പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡാണ്. അപ്പൊ അങ്ങനെ ചോദിക്കും, അതിന്റെ പ്രത്യേകത കണ്ടിട്ട് ഇത് ഏത് ടൈപ്പ് ആണെന്നൊക്കെ നിങ്ങളോട് ചോദിക്കാം കേട്ടോ. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കാം. ഇനി നമുക്ക് IMRന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജ് എന്താന്ന് നോക്കാം. ഓക്കെ, അഡ്വാൻറ്റേജ് എന്താണ് പറയുന്നത്, ഓൾ ഇൻഫർമേഷൻ ഓൺ എ പർട്ടിക്കുലർ എപ്പിസോഡ് ഓഫ് കെയർ ഈസ് ടുഗദർ, thus giving an exact picture of the patient's illness and response to treatment. അതായത് നമുക്കൊരു പ്രത്യേക കാലയളവിലുള്ള രോഗിയുടെ വിവരങ്ങളെല്ലാം ഒരുമിച്ചാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ നമ്മൾ കിട്ടുന്ന വിവരങ്ങളെല്ലാം ഒരുമിച്ചാണ് നമ്മൾ അവിടെ ഓർഗനൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പേഷ്യന്റിന്റെ രോഗാവസ്ഥയെ പറ്റിയും അവരുടെ ആ ഒരു ട്രീറ്റ്മെന്റിനോടുള്ള റെസ്പോൺസിനെ പറ്റിയുള്ളൊരു ക്ലിയർ പിക്ചർ നമുക്ക് അതിലൂടെ കിട്ടും. എല്ലാ വിവരങ്ങളും നമുക്ക് കിട്ടും അല്ലെ, എല്ലാ വിവരങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേക ഒരു പെർട്ടിക്കുലർ എപ്പിസോഡ് ഓഫ് ടൈമില് ആ ഒരു രോഗിയുടെ എല്ലാ പ്രശ്നങ്ങളെ പറ്റിയുള്ള, അതായത് അവരുടെ രോഗാവസ്ഥയെ പറ്റി, അല്ലെങ്കിൽ ഓരോ ട്രീറ്റ്മെന്റിനോടുള്ള അവരുടെ റെസ്പോൺസിനെ പറ്റിയുള്ള ഒരു ക്ലിയർ പിക്ചർ നമുക്ക് അതിലൂടെ കിട്ടും അല്ലെ, ഓൾ ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. പിന്നെ മാത്രമല്ല, ഈ പേഷ്യന്റ് പ്രോഗ്രസ് ക്യാൻ ബി ഡിസൈഡഡ് റാപ്പിഡ്ലി. അപ്പൊ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പേഷ്യന്റിന്റെ പ്രോഗ്രസ് നമുക്ക് വളരെ ഈസി ആയിട്ട്, വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീരുമാനിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. മറ്റേതുപോലെയല്ലല്ലോ, മറ്റേതൊരു പ്രോബ്ലത്തിനെ ബേസ് ചെയ്ത്, സോഴ്സിനെ ബേസ് ചെയ്യുമ്പോൾ കുറച്ച് വിവരങ്ങളെ നമുക്ക് അതിൽ കിട്ടുന്നുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് മൊത്തത്തിലുള്ള വിവരങ്ങൾ കിട്ടും. അതിലൂടെ നമുക്ക് ആ ഒരു എന്താ പറയുക, പേഷ്യന്റിന്റെ പ്രോഗ്രസ് നമുക്ക് ഈസി ആയിട്ട് ഡിസൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഡിസഡ്വാൻറ്റേജ് എന്ന് നോക്കാം. ഓക്കെ, ഡിസഡ്വാൻറ്റേജ് പറയുന്നത്, സിമിലർ ഇൻഫർമേഷൻ ഇസ് ഡിഫിക്കൽട്ട് ടു ബി കമ്പയർഡ് because all reports of one type are not together in the report. അതാണ് ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് അവർ പറയുന്നത്.
അതായത് നമുക്ക് സമാനമായിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കില്ല. പറഞ്ഞ മനസ്സിലായി. അപ്പൊ ലാബ് മറ്റേ സോഴ്സ് ആകുമ്പോൾ ലാബിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളാണ്. അപ്പൊ നമുക്ക് ഒരു ദിവസം കിട്ടിയ ലാബ് റിസൾട്ടും വേറൊരു ദിവസം കിട്ടിയ ലാബ് റിസൾട്ടുകൾ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. ഏതില്? സോഴ്സില്. അതേസമയം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ വിവരങ്ങളും ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ നമുക്ക് സമാനമായിട്ടുള്ള ഇൻഫർമേഷൻസിനെ കമ്പയർ ചെയ്യാനായിട്ട് അവിടെ ബുദ്ധിമുട്ടാണ്. എല്ലാം പല സ്ഥലങ്ങളിലായിട്ട് എന്താണ്, ഒരു സ്കാറ്റേർഡ് ഫോമിലായിരിക്കും റെക്കോർഡിനകത്ത് ഉണ്ടായിരിക്കുക. ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരേപോലത്തെ വിവരങ്ങൾ നമുക്ക് കമ്പയർ ചെയ്യാന്നുള്ളത് അവിടെ ഡിഫിക്കൽട്ടാണ്. ബിക്കോസ് എന്താണ്, ഓൾ റിപ്പോർട്ട്സ് ഓഫ് വൺ ടൈപ്പ് ആർ നോട്ട് ടുഗെദർ ഇൻ ദ റെക്കോർഡ്. അല്ലെ? ഒരേ തരത്തിലുള്ള വിവരങ്ങൾ ഒരിക്കലും റെക്കോർഡിൽ എന്തല്ല അവിടെ ഒരുമിച്ചല്ല, എല്ലാം സ്കാറ്റേർഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അത്രയേ ഉള്ളൂ. എക്സാമ്പിൾ ഇവർ പറയുന്നുണ്ട്, എല്ലാ റെക്കോർഡിലും ഒരുമിച്ചുണ്ടാവില്ല, എല്ലാം സ്കാറ്റേർഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരേപോലത്തെ വിവരങ്ങൾ നമുക്കൊന്ന് കമ്പയർ ചെയ്യാന്നുള്ളത് അവിടെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, എക്സാമ്പിൾ ഇവർ പറയുന്നുണ്ട്, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽസ് ഓൺലി വൺ ഇൻഡിവിജ്വൽ ക്യാൻ റെക്കോർഡ് അറ്റ് എ ടൈം. അതായത് ഇപ്പൊ ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നമ്മൾ ഭക്ഷണത്തിന് മുമ്പ് എടുക്കുമല്ലോ, ബ്ലഡ് ഷുഗർ ലെവല്, അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണല് മാത്രമാണ് ഒരു സമയത്ത് ആ ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽ രേഖപ്പെടുത്തൂ. മനസ്സിലായി? അപ്പൊ ഇന്നൊരു ദിവസം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ, അത് പ്രത്യേകിച്ച് ഓവർനൈറ്റ് കഴിഞ്ഞിട്ട് വരുന്ന സമയത്താണ് നമ്മൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ടെസ്റ്റ് ചെയ്തിട്ട് അത് രേഖപ്പെടുത്താൻ പറ്റുള്ളൂ. പിന്നെ അടുത്ത ദിവസത്തേക്ക് പോകണം അല്ലെ. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ആയതുകൊണ്ട് തന്നെ മിക്കവാറും ഒരു ഓവർനൈറ്റ് അല്ലെ, രാത്രി കഴിഞ്ഞിട്ടുള്ള ആ തുടക്കം പിറ്റത്തെ ദിവസം രാവിലെ ഭക്ഷണത്തിന് മുൻപായിട്ടായിരിക്കും അത് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് അല്ലെ, രേഖപ്പെടുത്താം. ശരിക്കും പറഞ്ഞാൽ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിന് ഒരു സമയത്ത് മാത്രമേ ആ ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, രേഖപ്പെടുത്താനായിട്ട് സാധിക്കുള്ളൂ. ആ വിവരം അവിടെ കിടക്കും. പിന്നെ നമ്മൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെയ്യുന്നത് വേറെ ഏതെങ്കിലും ദിവസമായിരിക്കും അല്ലെ. അപ്പൊ അത് ആ ദിവസം എന്താണ്, മറ്റു പല റിപ്പോർട്ടുകളുടെ കൂടെ ആയിരിക്കും ചിലപ്പോൾ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ വരുന്നത്. അപ്പൊ എന്താണ്, എല്ലാം ഷഫിൾ ചെയ്യുന്ന രീതിയിലായിരിക്കും, എല്ലാം സ്കാറ്റേർഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും. അത് തന്നെ ഒരു സമയം മാത്രമേ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ രേഖപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരു ദിവസം ഒരു പ്രാവശ്യം അല്ലെ, പിന്നീട് വേറെ ഏതെങ്കിലും ദിവസം ആകുമ്പോൾ വേറെ ഏതെങ്കിലും റിപ്പോർട്ടിന്റെ കൂടെ ആയിരിക്കും അത് കിടക്കുന്നുണ്ടാവും. അപ്പൊ നമുക്കത് പരസ്പരം കമ്പയർ ചെയ്യാന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മനസ്സിലായല്ലോ? ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഓക്കെ ആണോ നിങ്ങൾക്ക്? പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ? മനസ്സിലാവുന്നില്ലേ? ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ മെഡിക്കൽ റെക്കോർഡ് അല്ലെ. മെഡിക്കൽ റെക്കോർഡിന്റെ കഴിഞ്ഞു ആ ചാപ്റ്റർ നമ്മുടെ അവസാനിക്കുകയാണ്. അപ്പോ ഈ ഒരു എന്താ പറയാ, ചാപ്റ്റർ കുറച്ച് വലുതാണ്, പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അല്ലെ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ പഠിച്ചു വന്നപ്പോ. നിങ്ങൾ പഠിക്കണോ, തന്നാലെ കാര്യമുള്ളൂ. അപ്പൊ മെഡിക്കൽ റെക്കോർഡ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിൽ ഓർത്ത് നോക്കി, എന്തൊക്കെയായിരുന്നു നമ്മൾ അവിടെ പഠിച്ചു പോയ കാര്യങ്ങള്. ഒരു മെഡിക്കൽ റെക്കോർഡ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അല്ലെ. മെഡിക്കൽ റെക്കോർഡിന്റെ പ്രാധാന്യം, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലാക്കി. അതൊരു ലീഗൽ റെക്കോർഡാണ്, അതൊരു പേഷ്യന്റിനും ഹോസ്പിറ്റലിനും ഡോക്ടേഴ്സിനും ഒരുപോലെ ഹെൽപ്പ് ചെയ്യുന്നൊരു റെക്കോർഡാണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലെ. പിന്നെ മാത്രമല്ല, പിന്നെ നമ്മൾ അതിന്റെ സ്റ്റാൻഡേർഡിനെ പറ്റി പറഞ്ഞു അല്ലെ. ഒരു മെഡിക്കൽ റെക്കോർഡിന്റെ സ്റ്റാൻഡേർഡ്സ് അല്ലെ, സ്റ്റാൻഡേർഡിനെ പറ്റി നമ്മൾ പറഞ്ഞു. പിന്നെ എന്താണ്, ഒരു ഇൻപേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡിന് ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് മെഡിക്കൽ റെക്കോർഡ് പോളിസികളാണ്. അവിടെ നിന്നൊക്കെ പല ക്വസ്റ്റ്യൻസ് വന്ന് ഞാൻ പറഞ്ഞിരുന്നു. രജിസ്ട്രേഷൻ സിസ്റ്റം എന്താണ്, നമ്പറിംഗ് സിസ്റ്റം 6 ഡിജിറ്റ് നമ്പർ ആണ് ഉപയോഗിക്കുന്നത്. പിന്നെ പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറഞ്ഞ രോഗിയുടെ അടിസ്ഥാന വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫയലിംഗ് ആണ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്ന് പറയുന്നത്. പിന്നെ അപ്പോയിന്റ്മെന്റ് സിസ്റ്റം, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിലൊക്കെ ചോദ്യങ്ങൾ കിടപ്പുണ്ട് കേട്ടോ. അതായത് ഇൻപേഷ്യന്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് ആരാണ് അക്സെപ്റ്റ് ചെയ്യുന്നത്, അവിടെ എങ്ങനെയാണത് പേഷ്യന്റ് റെക്കോർഡ് എന്നുള്ള രീതിയിലാണ്, സ്പെസിഫിക് പേഷ്യന്റ് റെക്കോർഡ് എന്നുള്ള രീതിയിലാണത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതേസമയം എന്താണ്, ഇൻപേഷ്യന്റ് അല്ലാട്ടോ ഞാൻ പറഞ്ഞത് ഔട്ട് പേഷ്യന്റ് ആണ്. ഇൻപേഷ്യന്റ് ഡയഗ്നോസ്റ്റിക് റിപ്പോർട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നത് വാർഡിലാണ്, അതൊരു വാർഡ് ക്ലർക്ക് ആയിരിക്കും അതിന്റെ ചാർജ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഹെൽത്ത് സെന്റർ എന്താണ്, റെഫറൽ സിസ്റ്റം എന്താണ്, റെഫറലൊക്കെ പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞു ഫോമിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ആക്സിഡന്റ് എമർജൻസി ഫോമുകളെ പറ്റി നമ്മൾ പറഞ്ഞു.
പറഞ്ഞു 3 കോപ്പി ആരൊക്കെ എവിടേക്കാണ് സൂക്ഷിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു. പിന്നെ അബ്സ്കോണ്ടഡ് പേഷ്യന്റിന്റെ കേസിൽ ഡയറക്റ്റ് അഡ്മിഷൻ, എഗെയിൻസ്റ്റ് മെഡിക്കൽ അഡ്വൈസ്, ഡിക്ലറേഷൻ എന്നൊക്കെ ക്വസ്റ്റ്യൻ കിടക്കുന്നുണ്ട് കേട്ടോ. ആരുടെ സാന്നിധ്യത്തിലാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്? മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലാണ്. ഇൻ കേസ് മജിസ്ട്രേറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ 3 പേരുടെ സാന്നിധ്യത്തിലാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ പഠിക്കുമ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അവിടെ നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കേട്ടോ. പിന്നെ കോഡിങ്ങിനെ പറ്റി അതൊക്കെ നമ്മൾ ജനറൽ ആയിട്ട് അറിയേണ്ട കാര്യങ്ങളാണ്. മൾട്ടിപ്പിൾ റെക്കോർഡ്സ് ഉണ്ടാവുക പ്രയോറിറ്റി അനുസരിക്കണം. ആ പ്രയോറിറ്റിയുടെ ഓർഡർ ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ആദ്യം ഈ പറയുന്ന MLC കേസുകൾക്ക് ഇമ്പോർട്ടൻസ്, പിന്നെ ഒബ്സ്ട്രക്റ്റീവ് റെക്കോർഡ് നമ്മൾ പറഞ്ഞു. നമ്മളൊരു 4 രീതിയിൽ ഒരു പ്രയോറിറ്റി പറഞ്ഞു, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ. അതുപോലെ എന്തെല്ലാം കാര്യങ്ങൾക്ക് നമുക്ക് റെക്കോർഡ് സപ്ലൈ ചെയ്യാം, 4 കാര്യങ്ങൾ പറഞ്ഞു. ഇനി സപ്ലൈ ചെയ്യാൻ പാടില്ലാത്ത സാഹചര്യം നമ്മൾ പറഞ്ഞു. മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ചിനൊന്നും സപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല. ബാക്കി 4 സാഹചര്യങ്ങളിൽ സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ മെഡിക്കോ ലീഗൽ കേസ് രജിസ്ട്രേഷന് സെപ്പറേറ്റ് ഒരു മെഡിക്കോ ലീഗൽ രജിസ്ട്രേഷൻ സംവിധാനം ഉണ്ടായിരിക്കണം. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ എപ്പോഴും ഇൻഫർമേഷൻ റിലീസ് ചെയ്യുമ്പോൾ അവിടെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കോൺഫിഡൻഷ്യാലിറ്റി ആണ്. എങ്ങനെയുള്ള വിവരങ്ങളാണ് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ നമ്മൾ കണ്ടന്റ് പഠിച്ചു. 2 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടാണ് പഠിച്ചത്. ഒന്ന് ഡാറ്റ റിലേറ്റഡ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ, മറ്റൊന്ന് ക്ലിനിക്കൽ ഡാറ്റ. ക്ലിനിക്കൽ ഡാറ്റയിലൊക്കെ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങളോട് ചോദിക്കാം കേട്ടോ. ഡിസിഷൻ ഓർഡർ എന്താണ്, കൺസൾട്ടേഷൻ റിപ്പോർട്ട് എന്താണ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് അതിനെ പ്രതീക്ഷിക്കാം. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ പറയാ, ഇതാണ് ഇവിടെ ഫയലിംഗ് സിസ്റ്റത്തെ പറ്റി അല്ലെ. ഇവിടെ നിന്ന് വലിയ ക്വസ്റ്റ്യൻസ് വരാനില്ല കേട്ടോ. നമ്മുടെ അസംബ്ലിയിൽ നിന്നും വലിയ ക്വസ്റ്റ്യൻസ് വരാനില്ല. പക്ഷെ അവിടെ 4 ഓർഡർ നിങ്ങളൊന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്യാം. ഏത് രീതിയിലാണ് അറേഞ്ച് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ ഫയലിംഗ് സിസ്റ്റം ആണ്, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 5 ടൈപ്പ് ഫയലിംഗ് സിസ്റ്റം ഉണ്ട്. 5ന്റെയും പ്രത്യേകതകൾ മനസ്സിലാക്കി വെക്കണം. പ്രത്യേകത തന്നിട്ട് ഏത് ടൈപ്പ് ഓഫ് ഫയലിംഗ് സിസ്റ്റം ആണ് എന്ന് നിങ്ങളോട് ചോദിക്കും. അപ്പൊ അതൊന്ന് പഠിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ TSP ആ ഓർഡർ ഉണ്ടല്ലോ, ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ് ഏത് ഓർഡറിലാണ്? TSP ആണ്. മിഡിൽ ഡിജിറ്റ് ആവുമ്പോൾ SPP ആണ്. അതായത് അത് അങ്ങനെ ചോദിക്കാം. അതല്ലെങ്കിൽ ഡിജിറ്റ് തന്നിട്ട് ഈ മിഡിൽ ഡിജിറ്റ് ഫയലിംഗില് ഈ പറയുന്ന സെക്കൻഡറി ഡിജിറ്റ്സ് ഏതാണ്, പ്രൈമറി ഡിജിറ്റ് ഏതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് കിട്ടണം. അപ്പൊ ആ ഒരു ഓർഡർ നിങ്ങൾ ടെർമിനൽ ആവുമ്പോൾ ഏതാണ് TSP ഓർഡർ ആണെന്നും മിഡിൽ ഡിജിറ്റ് ആവുമ്പോൾ SPT ഓർഡർ ആണെന്നും ആ ഒരു കോഡ് മാത്രം നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ മതി. അപ്പൊ അതിന് ഇങ്ങനെ ചോദ്യം വന്നാൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ കണ്ടത് എന്താണ് ഫോർമാറ്റ് ആണ് കേട്ടോ. 3 ടൈപ്പ് ഓഫ് ഫോർമാറ്റ് അത് ക്ലിയർ ആയി വിചാരിക്കും. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് പുതിയൊരു ചാപ്റ്റർ തുടങ്ങിയാലോ? പുതിയൊരു ചാപ്റ്റർ തുടങ്ങാം നമുക്ക്. ഓക്കെ, ഇതിന്റെ പഴയ ചാപ്റ്റർ ആണ് കേട്ടോ. ലാസ്റ്റത്തെ ചാപ്റ്റർ ആണ്. അപ്പം ഓക്കെ, ഇതോടുകൂടി നമ്മുടെ എന്റെ അവസാനിക്കും കേട്ടോ. അപ്പൊ നോക്കാം, ചാപ്റ്റർ നമ്പർ 6 ഇതാണ് എൻ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേട്ടോ. എൻ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. എത്രയാണ് നിങ്ങളുടെ എത്രയും ചാപ്റ്റർ നമ്പർ ഒന്ന് പറയൂ? 47 ആണ് അല്ലെ. അപ്പൊ എല്ലാവരും എടുത്തേ 47 പേജ് ഒക്കെ ചോദിക്കുന്നുണ്ട് എല്ലാവരും. 47 എടുത്തു, എടുത്തിട്ട് തുടങ്ങാം. എല്ലാവരും എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാം കേട്ടോ. എടുത്തു, ഓക്കെ. അപ്പൊ തുടങ്ങാം. എന്താണ് എൻ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അതായത് ഓവർവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? അവലോകനമാണ് അല്ലെ. അവലോകനം, അതായത് നമ്മൾ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനെ പറ്റിയും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ പറ്റിയുള്ള ഒരു അവലോകനം. അതാണ് ഈ ഒരു ചാപ്റ്ററിനടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷനെ പറ്റിയും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ പറ്റിയുള്ള ഒരു അവലോകനം, ഓവർവ്യൂ കേട്ടോ. അപ്പൊ ആദ്യം തന്നെ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതും രണ്ടും ഒന്ന് തന്നെയാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പറഞ്ഞ കുഴപ്പമില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതും സെയിം ആണോ? ഒന്ന് തന്നെയാണോ? എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു, നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞോളൂ. അല്ല, ഓക്കെ, വില്യം പറഞ്ഞ അല്ല. എന്താ? ഓക്കെ, അല്ല, അല്ലാന്ന് മനസ്സിലായി. എന്തായിരിക്കും? എന്താ നിങ്ങളുടെ അഭിപ്രായം? അല്ല, വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പൊ എല്ലാവരും ഒരേ അഭിപ്രായമാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഇങ്ങനെ ഹെഡിങ് വരുമോ അല്ലെ? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ രണ്ടായിട്ട് പറയുന്നുണ്ട്. അപ്പൊ തന്നെ നമുക്ക് അറിയാം അതെന്തല്ല, ഒന്നല്ല എന്നുള്ളത് മനസ്സിലായി അല്ലെ? ഓക്കെ,
എന്താണ് ചോദ്യം? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ മീൻസ് ഓൺലി ബേസിക് കെയർ. ഓക്കെ, ഒരു ബേസിക് കെയർ മാത്രമേ ഉള്ളൂ ഇവിടെ, അങ്ങനെയാണോ? അല്ല. ഓക്കെ, രേഷ്മ പറയുന്നു ഹെൽത്ത് ഇമ്പോർട്ടന്റ്. ഓക്കെ, അത് കറക്റ്റ് ആണ്, ഹെൽത്ത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പിന്നെ പറഞ്ഞോ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞോ. എന്തെങ്കിലും ഐഡിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. ഫാത്തിമ പറഞ്ഞ ഹെൽത്ത് ബേസ്ഡ് അല്ലേ, ഇത് ഹോസ്പിറ്റൽ ഇൻക്ലൂഡ് നോൺ മെഡിക്കൽ ഇൻ ഹോസ്പിറ്റൽ. ഓക്കെ, കറക്റ്റ് ആണ് ഫാത്തിമ പറഞ്ഞത്, ശരിയാണ് കേട്ടോ. അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നതും എന്താണ് വ്യത്യാസമുണ്ട് അല്ലെ, പരസ്പരം റിലേറ്റഡ് ആണ്. ഹെൽത്ത് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, പരസ്പരം എന്താണത്, റിലേറ്റഡ് ആണ്. പക്ഷെ എന്താണ്, അവ തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണെന്ന് അറിയോ വ്യത്യാസം? ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ചെയ്തിരിക്കുക. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഈ ഒരു ചാപ്റ്ററിനകത്തേക്ക് പോകാനായി കുറച്ചും കൂടെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ. ഓക്കെ, അത്രയേ ഉള്ളൂ. അതായത് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ന് പറയുമ്പോൾ കുറെ കൂടെ ബ്രോഡർ സ്കോപ്പ് ഉള്ള സംഭവമാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ല, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് അതിന്റെ വ്യാപ്തി കുറച്ചും കൂടെ വളരെ വലുതാണെന്ന് തന്നെ പറയാം നമുക്ക്. അതിന് കുറെ കൂടെ ബ്രോഡർ സ്കോപ്പ് ഉണ്ട്. കാര്യം എന്താണെന്ന് അറിയാമോ? അത് വന്നിട്ട് ആശുപത്രികളിലും അതുപോലെ തന്നെ ജനങ്ങളുടെയും ആരോഗ്യ സംരക്ഷണത്തിന് ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. മനസ്സിലായി? ആശുപത്രിയിൽ മാത്രം ഒതുങ്ങുന്നതല്ലാണ്, ആശുപത്രികളിലും അതുപോലെ തന്നെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന അല്ലെങ്കിൽ അതിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു മേഖലയാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അപ്പൊ തന്നെ നിങ്ങൾക്ക് ആലോചിക്കാം അതിന്റെ വ്യാപ്തി കുറച്ചും കൂടെ വലുതായിരിക്കും. ആശുപത്രിയിൽ മാത്രമല്ല അവിടെ ഒതുങ്ങുന്നത് അല്ലെ, മറ്റുള്ള ജനങ്ങളുടെയും പൊതുവായിട്ടുള്ള ജനങ്ങളുടെയും കൂടെ ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളെ അത് എന്ത് ചെയ്യുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, രാധിക കറക്റ്റ് ആണ്. നഴ്സിംഗ് ഹോം എന്ന് പറയുമ്പോൾ ഇപ്പം ആശുപത്രി ചികിത്സകൾ മാത്രമല്ല, അല്ലാതെ എത്രയോ ഹെൽത്ത് കെയർ ഫെസിലിറ്റി ഉണ്ട്, റീഹാബിലിറ്റേഷൻ സെന്ററുകൾ ഉണ്ട് ഇല്ലേ, ജെറിയാട്രിക് കെയർ സെന്ററുകൾ ഉണ്ട്, ഈ പറയുന്ന രാധിക പറഞ്ഞ പോലെ നഴ്സിംഗ് ഹോംസുകൾ ഉണ്ട്, ക്ലിനിക്കുകൾ ഉണ്ട് അല്ലെ. അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും അത് പെടുന്നുണ്ട് അല്ലെ. പിന്നെ മാത്രമല്ല പല ആരോഗ്യ സംരക്ഷണ പദ്ധതികൾ. ഓക്കെ, രേഷ്മ കറക്റ്റ് ആണ്, പാലിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങള് അല്ലെ. എന്താണ് ശരിയാ, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഇസ് ബേർഡ്സ് ഐ വ്യൂ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇസ് ഹോം ഫ്രണ്ട് വ്യൂ. ഓക്കെ, അതായത് കുറച്ചും കൂടെ ബ്രോഡർ സ്കോപ്പ് ഉണ്ട് ആർക്ക്, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്. അതായത് അവർ ആശുപത്രികളിലും ജനങ്ങളുടെയും ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന പ്രോജക്റ്റുകൾ, ആരോഗ്യ സംരക്ഷണ പദ്ധതികൾ, പ്രോജക്റ്റുകൾ എല്ലാം അതിന്റെ ഭാഗമായിട്ട് വരും. ഓക്കെ, അതേസമയം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ആശുപത്രികളിലും അല്ലെങ്കിൽ രോഗി പരിചരണത്തിലൊക്കെയാണ് അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അതാണ് ഇവ തമ്മിലുള്ള മെയിൻ വ്യത്യാസം. ഓക്കെ, പിന്നെ മാത്രമല്ല ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അതിൽ വിവിധ മേഖലകളിലുള്ള ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അത് എന്താണ്, ആശുപത്രിയിൽ മാത്രം ഒതുങ്ങുന്ന കുറച്ച് കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു മേഖലയാണ്. മനസ്സിലായോ? അത്രയും ഇവ തമ്മിൽ, അതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു ബ്രോഡർ സ്കോപ്പ് ഉള്ള സംഭവമാണ്. അതേസമയം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറെ കൂടെ നാരോ സ്കോപ്പാണ് ആർക്കുള്ളൂ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ഉള്ളൂ. മനസ്സിലായോ പറഞ്ഞത്? അപ്പൊ നമുക്ക് ബേസിക് കെയർ എന്ന് മാത്രം പറയാൻ പറ്റും. അത് തന്നെ സുഷ പറയാം, നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഓർഗനൈസേഷൻ, ആശുപത്രി എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഒരു ബിസിനസ് എന്നുള്ള രീതിയിലും കൂടെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രാധാന്യം. ഓക്കെ, പക്ഷെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിന്റെ ബിസിനസ് വരുന്നുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ അവിടെ കൂടുതൽ പരിചരണം അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ ഹെൽത്താവുമ്പോൾ എല്ലാം അതിനകത്ത് പെടും കേട്ടോ. ബിസിനസ്സും മറ്റുള്ള പരിചരണങ്ങളും ആരോഗ്യ സംരക്ഷണ സംവിധാനങ്ങളും എല്ലാം അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഈ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. ഇത് വെച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പറയുന്നത് ഇത് പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്താണുള്ളത്? ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ നോക്കാം, മീനിങ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ കേട്ടോ. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ മീനിങ് ആണ് ആദ്യം നമ്മൾ പരിചയം. നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ നമ്മളൊരു ചാപ്റ്റർ ആയിട്ട് തന്നെ പഠിച്ചിരുന്നു അല്ലേ, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പൊ നമുക്കിനി എന്താണ് കൂടുതൽ നമുക്ക് അറിയാത്തൊരു മേഖല ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ആണ്. അതിനെ പറ്റി നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ഇതിന്റെ മീനിങ് എന്താന്ന് നോക്കാം കേട്ടോ. മീനിങ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഞാൻ ഒരു കാര്യം പറയാം, ഈ ചാപ്റ്റർ ഭയങ്കര ബോറിംഗ് ആണ് കേട്ടോ. ഈ ചാപ്റ്റർ കുറച്ച്
കുറച്ചല്ല, നല്ല ബോറിംഗ് ആണ്, വലിയ രസമൊന്നുമില്ല കേട്ടിരിക്കാം കേട്ടോ. അപ്പൊ ഒന്ന് നോക്കാം. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അഥവാ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ അഥവാ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് is the field that is related to leadership, management and administration of public health systems, health care systems, hospital and hospital networks in all the primary, secondary and tertiary sectors. ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഈ പറഞ്ഞതാണ് എന്ത്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. എന്താണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? എല്ലാ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലെ പൊതുജന ആരോഗ്യ സംവിധാനങ്ങള്. എന്താണ് പ്രാഥമിക, ദ്വിതീയ, തൃതീയ എന്നൊക്കെ പറയാൻ കാരണം എന്താണ്? നമ്മള് ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മള് മറ്റൊരു ചാപ്റ്റർ പഠിച്ചു, ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് പഠിച്ചത് ഓർമ്മയുണ്ട്. നിങ്ങൾക്ക് 4th ചാപ്റ്റർ ആണ് ഫസ്റ്റ് മൊഡ്യൂളില്. അതിനകത്ത് നമ്മൾ ലെവൽ ഓഫ് കെയറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? 3ആയിട്ട് ക്ലാസ്, ഒരേ എണ്ണത്തിന്റെ ബേസ് ചെയ്തിട്ട് നമ്മൾ 6 ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഹോസ്പിറ്റലിനെ ക്ലാസിഫൈ ചെയ്തൊരു ചാപ്റ്റർ ആണ് അത്, അല്ലെ? അതിനകത്ത് നമ്മൾ ലെവൽ ഓഫ് കെയറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രൈമറി കെയർ ഹോസ്പിറ്റല്, സെക്കൻഡറി കെയർ, അതുപോലെ ടെർഷ്യറി കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതായത് CHC PHC അങ്ങനെയായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ക്ലാസിഫൈ ചെയ്തിരുന്നു. അപ്പൊ പ്രാഥമിക തലത്തിലാവുമ്പോൾ അവിടെ എന്താണ്? ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും ക്ലിനിക്കുകളാണ് വരുന്നത്. ഇനി സെക്കൻഡറി കെയർ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് കെയർ, അതായത് ഈ പറയുന്ന ജില്ലാ ആശുപത്രികള്, താലൂക്ക് ആശുപത്രികള്, അല്ലെ, കമ്മ്യൂണിറ്റി എന്താ പറയാ ഹെൽത്ത് സെന്റേഴ്സ് പോലുള്ള ഹോസ്പിറ്റലുകൾ. ടെർഷ്യറി എന്ന് പറയുമ്പോൾ മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ കൊടുക്കുന്ന ആൾക്കാരാണ്. എന്ന് പറഞ്ഞാല് മെഡിക്കൽ കോളേജ്, അതെ, മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി പോലുള്ള ഹോസ്പിറ്റൽ. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് ഏറ്റവും താഴേക്കിടയിൽ നിന്ന് ഏറ്റവും ടോപ്പ് വരെയുള്ള എല്ലാ സിസ്റ്റങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാണ് എല്ലാ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളും അതുപോലെ തന്നെ ആരോഗ്യ സംവിധാനങ്ങളും പിന്നെന്താണ് പറയുന്നത്? ഹോസ്പിറ്റൽ ആൻഡ് ഹോസ്പിറ്റൽ നെറ്റ്വർക്ക്സ്, അല്ലെ, ഈ പറയുന്ന ആശുപത്രി സെന്ററുകളുടെ ലീഡർഷിപ്പ്, അതിന്റെ നേതൃത്വം, പിന്നെന്താണ് അതിന്റെ മാനേജ്മെന്റ്, അതിന്റെ ഭരണം, അഡ്മിനിസ്ട്രേഷൻ, അല്ലെ, ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയാണ് ഇതെന്ന് പറയുന്നത് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. പറഞ്ഞു മനസ്സിലായോ? എന്താണ് പറഞ്ഞത്? എല്ലാ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളും ആരോഗ്യ പരിപാലന സംവിധാനങ്ങളും ആശുപത്രി സെന്ററുകളുടെയും എന്താണ് ലീഡർഷിപ്പ്, അവയുടെയൊക്കെ നേതൃത്വം, അതിന്റെ മാനേജ്മെന്റ്, അതിന്റെ അഡ്മിനിസ്ട്രേഷൻ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട ഒരു മേഖലയാണ് എന്തെന്ന് പറയുന്നത്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് വലിയൊരു കാര്യമായിട്ടല്ലേ പറഞ്ഞേ? ചുരുക്കി പറഞ്ഞാൽ അതിന്റെ വലിയൊരു ബ്രോഡർ സ്കോപ്പ് ആണെന്നാണ് അപ്പൊ ഉദ്ദേശിക്കുന്നത്. അതിന്റെ വ്യാപ്തി വളരെ വലുതാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത്രയും വലിയൊരു സെന്റൻസ് അവിടെ അങ്ങനെ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്നുകൊണ്ടൊന്ന് വായിക്കാം. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അഥവാ മറ്റു പേരുകളാണ് കേട്ടോ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം, ഹെൽത്ത് കെയർ മാനേജ്മെന്റ് എന്ന് പറയാം, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് ദ ഫീൽഡ് that is related to leadership, management and administration of public health systems, health care systems, hospital and hospital networks in all the primary, secondary and tertiary sectors. Clear ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? എന്നോട് പറയണോ? മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, ക്ലിയർ ആണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പൊ എന്ന് വെച്ചാൽ അതിന്റെ കൺസെപ്റ്റ് ഭയങ്കര വലുതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് ആണ് നമ്മൾ തുടക്കം തന്നെ പറഞ്ഞത്. ഇനി നോക്കുക, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് formulate, control and coordinate medical and health services for organizations and business. അപ്പൊ നമ്മൾ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്നതിന്റെ മീനിങ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് റോള് വഹിക്കുന്ന ആൾക്കാരാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുമ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററിനെ പറ്റി പറയുന്നുണ്ട്. എന്നതുപോലെ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് റോള് വഹിക്കുന്ന ആളുകൾ ആരാണ്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അവരുടെ റോൾ എന്താണ്? എന്താണ് അവരുടെ പ്രാധാന്യം? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറയുന്നത് അവർ ഈ പറയുന്ന ഓർഗനൈസേഷനും ബിസിനസിനും വേണ്ടിയിട്ട്, ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷൻ,
ഹോസ്പിറ്റൽ മാത്രമല്ല കേട്ടോ, മറ്റേത് ഹെൽത്ത് കെയർ ഫെസിലിറ്റി വേണമെങ്കിലും ആവാട്ടോ. ക്ലിനിക് ആവാം, അതുപോലെ തന്നെ റീഹാബിലിറ്റേഷൻ സെന്റർ ആവാം, ഫാർമസികളാവാം, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് ആവാം, എല്ലാം അതിനകത്ത് പെടുന്നുണ്ട് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള ഓർഗനൈസേഷനും അതുപോലെ തന്നെ അതൊരു ബിസിനസ്സും കൂടിയാണ് അല്ലെ, അതൊരു ബിസിനസ്സും കൂടിയാണ്. അപ്പൊ ഈ പറയുന്ന ഓർഗനൈസേഷനും ബിസിനസ്സിനും വേണ്ടിയിട്ട് മെഡിക്കൽ ഹെൽത്ത് സേവനങ്ങൾ കൃത്യമായിട്ട് രൂപപ്പെടുത്തുന്നതും അതിനെ കൺട്രോൾ ചെയ്യുന്നതും അതിനെ എല്ലാ രീതിയിലും കോർഡിനേറ്റ് ചെയ്യുന്നതും ആര് തന്നെയാണ്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ്. അവരുടെ റോൾ അതാണ്. ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവര് വന്നിട്ട് ഈ പറയുന്ന ഓർഗനൈസേഷനും അതിന്റെ ബിസിനസ്സിനും വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള എന്താണ് നയങ്ങളല്ല ഇവിടെ നയങ്ങൾ മീൻസ് ഇവിടുത്തെ മെഡിക്കൽ ഹെൽത്ത് സേവനങ്ങള് ഫോർമുലേറ്റ് ചെയ്യുന്നതും അതായത് രൂപീകരിക്കുന്നതും അതിനെ കൺട്രോൾ ചെയ്യുന്നതും അതിനെ ഏകോപിപ്പിക്കുന്നതിനും ആർക്കാണ് ഉത്തരവാദിത്വം ഉള്ളത്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സിനാണ്. ഓക്കെ, അതാണ് പറഞ്ഞത്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഫോർമുലേറ്റ്, കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസസ് ഫോർ ഓർഗനൈസേഷൻ ആൻഡ് ബിസിനസ് അല്ലെ. അത്രയും വലിയൊരു റോൾ അവർക്കുണ്ട്. അത് മാത്രമല്ല, എസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ it manages the benefits of employees as well as create a connection between benefits and physicians. ആ സെന്റൻസ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അത് ഇപ്പൊ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പിന്നീട് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവണമെന്നില്ല. ഒന്ന് ശ്രദ്ധിക്കുക. എസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ഇറ്റ് മാനേജസ് ദ ബെനിഫിറ്റ്സ് ഓഫ് എംപ്ലോയി ആസ് വെൽ ആസ് ക്രിയേറ്റ് എ കണക്ഷൻ ബിറ്റ്വീൻ ബെനിഫിറ്റ്സ് ആൻഡ് ഫിസിഷ്യൻസ്. അത് മാത്രമല്ല, ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ അവരെന്താണ് അവിടുത്തെ ജീവനക്കാരുടെ അവരുടെ എംപ്ലോയീസിന്റെ എന്താണ് ബെനിഫിറ്റ്സുകൾ അല്ലെ, അവരുടെ ആനുകൂല്യങ്ങൾ നിയന്ത്രിക്കുകയും പിന്നെ മാത്രമല്ല ഇത്തരം ആനുകൂല്യങ്ങൾക്കും അതുപോലെ തന്നെ ഫിസിഷ്യൻസിനും ഇടയിൽ ഒരു കണക്ഷൻ അവര് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. പറഞ്ഞു മനസ്സിലായോ? അതായത് ആ പറയുന്ന ഒരു ഹോസ്പിറ്റലിലെ എംപ്ലോയീസിന്റെ ആനുകൂല്യങ്ങളെ കൺട്രോൾ ചെയ്യുന്നതും ആനുകൂല്യങ്ങളെ നിയന്ത്രിക്കുന്നതും ഈ ആനുകൂല്യങ്ങൾക്കും ഫിസിഷ്യൻസിനും ഇടയിൽ ഒരു കണക്ഷൻ, അതിന്റെ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുന്നതും ആര് തന്നെയാണ്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആണ്. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു കാര്യം നമുക്കറിയാം, അവിടുത്തെ ജീവനക്കാരുടെ ബെനിഫിറ്റ്സുകളൊക്കെ എന്ത് ചെയ്യുക? കൺട്രോൾ ചെയ്യാം. ഓക്കെ, അവിടെ വർക്ക് ചെയ്യുന്ന ജീവനക്കാരുടെ ബെനിഫിറ്റ്സ് അവർക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കൺട്രോൾ ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞു കണക്ഷൻ ബിറ്റ്വീൻ ബെനിഫിറ്റ്സ് ആൻഡ് ഫിസിഷ്യൻസ്. ഫിസിഷ്യൻസിനും ഈ പറയുന്ന ബെനിഫിറ്റ്സിനിടയിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കാം. എന്താ അവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല് രോഗികൾക്കും, ഇത് ശ്രദ്ധിക്കാം കേട്ടോ, രോഗികൾക്കും രോഗി പരിചരണം കൊടുക്കുന്ന ഡോക്ടേഴ്സ് അല്ലെ ഫിസിഷ്യന്മാർക്കും നൽകുന്ന ആനുകൂല്യങ്ങൾക്ക് ഇടയിലാണ് അവർ കണക്ഷൻ ഉണ്ടാക്കുന്നത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഇപ്പോ ഇങ്ങനെ ചിന്തിക്കാം, ഒരു രോഗിക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രോഗിയെ സംബന്ധിച്ച് അയാൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ് എന്താണ്? ആ ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും ക്വാളിറ്റി ഹെൽത്ത് അല്ലെ, ഒരു ക്വാളിറ്റി കെയർ കിട്ടുക എന്നുള്ളതാണ് ആ ഒരു രോഗിയെ സംബന്ധിച്ച് അയാൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. അതാണ് അല്ലെ, ഒരു ക്വാളിറ്റി കെയർ കിട്ടുക എന്നുള്ളതാണ് ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന അയാൾക്കുള്ള ബെനിഫിറ്റ്. അതാണ്. അതോ ക്വാളിറ്റി കെയർ വെറുതെ കൊടുത്താൽ മതിയോ? അല്ല. പിന്നെ എങ്ങനെ കൊടുക്കണം? അഫോർഡബിൾ റേറ്റിൽ കൊടുക്കണം അല്ലെ, അവർക്ക് താങ്ങാവുന്ന രീതിയിൽ, അല്ലെങ്കിൽ അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏറ്റവും ക്വാളിറ്റി കെയർ ആണ് ആർക്ക് വേണ്ടി കൊടുക്കേണ്ടത്? പേഷ്യൻസിനായിട്ട് കൊടുക്കേണ്ടത്. അതാണ് അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ബെനിഫിറ്റ്. ഓക്കെ, ഇനി അതോടൊപ്പം തന്നെ ആ രോഗികൾക്ക് ആ ബെനിഫിറ്റ് കൊടുക്കുന്നത് ആരാണ്? ആ ഒരു ക്വാളിറ്റി കെയർ കൊടുക്കുന്നത് ആരാണ്? അത് ഫിസിഷ്യന്മാരാണ് അല്ലെ, ഡോക്ടേഴ്സ് ആണ്. അവർക്ക് ഏറ്റവും നല്ല പരിചരണം കൊടുക്കുന്നത് ഫിസിഷ്യൻ ആണ്. അപ്പൊ ഫിസിഷ്യൻ അത്തരം സേവനങ്ങൾ ഒരു പേഷ്യന്റിന് കൊടുക്കുമ്പോൾ ഫിസിഷ്യൻസിനും അതിനനുസരിച്ചുള്ള ബെനിഫിറ്റ് ആര് കൊടുക്കണം? ഹോസ്പിറ്റലുകാർ കൊടുക്കണം. വേണ്ടേ? എന്നാലേ അത് പരസ്പര ടാലി ആയിട്ട് പോവുള്ളൂ. പേഷ്യൻസിനെ സംബന്ധിച്ച് അവർക്ക് എന്ത് കിട്ടണം? ബെനിഫിറ്റ്സ് കിട്ടുന്നത് അവർക്ക് കിട്ടുന്ന ക്വാളിറ്റി കെയർ ആണ്. അത് അവർക്ക് കൊടുക്കുന്നത് ആരാണ്? ഫിസിഷ്യൻസ് ആണ്. ഇനി ഫിസിഷ്യൻ അങ്ങനെ ഒരു സേവന പേഷ്യൻസിന് കൊടുക്കുമ്പോൾ അവർക്കും അവര് കൊടുക്കുന്ന സേവനങ്ങൾക്കുള്ള ബെനിഫിറ്റ്സ് അവർക്കും കിട്ടണം, ഫിസിഷ്യൻസിന് കിട്ടണം. അപ്പൊ ആ രീതിയിൽ ഈ ആനുകൂല്യങ്ങൾക്കും ഫിസിഷ്യൻസിനിടയിൽ ഒരു ലിങ്ക് അല്ലെങ്കിൽ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആണ്. രണ്ടു കൂട്ടർക്കും ഒരുപോലെ ബെനിഫിറ്റ് കൊടുക്കണം. അപ്പൊ ആ ബെനിഫിറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കോസ്റ്റുകളൊക്കെ മാനേജ് ചെയ്യുന്നത് ആരാണ്? അവിടുത്തെ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർമാരാണ്. പറഞ്ഞു മനസ്സിലായോ? രണ്ടു കൂട്ടർക്കും ബെനിഫിറ്റ് കൊടുക്കണമെങ്കിൽ അതിനൊരു കോസ്റ്റ് വരും അല്ലെ. ആ ഒരു കോസ്റ്റ് മാനേജ് ചെയ്യുന്നത് ആരായിരിക്കും? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആയിരിക്കും.
ഇത്രയും പറഞ്ഞിട്ടില്ല, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ആസ് എ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ഹി മാനേജസ് ദ ബെനിഫിറ്റ്സ് ഓഫ് എംപ്ലോയീസ് ആസ് വെൽ ആസ് ക്രിയേറ്റ് എ കണക്ഷൻ ഓർ ക്രിയേറ്റ് എ ലിങ്ക്, അങ്ങനെയൊക്കെ നമുക്ക് പറയാം, ബിറ്റ്വീൻ ദ ബെനിഫിറ്റ്സ് ആൻഡ് ഫിസിഷ്യൻസ്. ക്ലിയർ ആയല്ലോ? അപ്പോ these requirements need a broad background in business skills and specialized knowledge of the healthcare field. അപ്പോ ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഇതൊക്കെ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററുടെ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ ഇത്തരം ആവശ്യങ്ങളൊക്കെ അദ്ദേഹത്തിന് നിർവഹിക്കണമെങ്കിൽ അദ്ദേഹത്തിന് എന്തിനുള്ള സ്കിൽ ഉണ്ടായിരിക്കണം എന്നാ പറയുന്നത്? എ ബ്രോഡ് ബാക്ക്ഗ്രൗണ്ട് ഇൻ ബിസിനസ് സ്കിൽ അല്ലെ. ഒരു ബിസിനസ് സ്കില്ലില് അവർക്ക് വിശാലമായിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ബ്രോഡ് ബാക്ക്ഗ്രൗണ്ട് അവർക്ക് ഉണ്ടായിരിക്കണം. അത് മാത്രമല്ല സ്പെഷ്യലൈസ്ഡ് നോളജ് ഓഫ് ദ ഹെൽത്ത് കെയർ ഫീൽഡ്. അത് മാത്രമല്ല ആ ഒരു ആരോഗ്യ സംരക്ഷണ മേഖലയെ പറ്റിയുള്ള ഒരു ഡീപ്പ് നോളജ്, അതിനൊരു പ്രത്യേക അറിവും അവർക്ക് ഉണ്ടായിരിക്കണം അല്ലെ. എങ്കിൽ മാത്രമേ അവർക്ക് ഈ ഒരു റോള് വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ആ ഒരു ബിസിനസ് എന്നുള്ള രീതിയിലായാലും ഇനി ആരോഗ്യ സംരക്ഷണ ബിസിനസ് മാത്രം ആ ഒരു സ്കില്ല് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അത് കംപ്ലീറ്റ് ബിസിനസ് ആയിട്ട് പോകും. ബിസിനസ് മാത്രമല്ല അതിനോട് ഉറപ്പ് വരുത്തേണ്ടത്, രോഗിക്ക് നല്ലൊരു പരിചരണം കിട്ടണം. അപ്പൊ അതിന് എന്തും കൂടെ അറിവ് വേണം? ആരോഗ്യ സംരക്ഷണ മേഖലയെ പറ്റിയുള്ള ഒരു അറിവും അവർക്ക് ഉണ്ടായിരിക്കണം അല്ലെ. ആ രണ്ട് അറിവും ഉണ്ടെങ്കിൽ മാത്രമേ, ആ ഒരു സ്കില്ല് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ റോള് വളരെ ഭംഗിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കൂ. പറഞ്ഞ് മനസ്സിലായോ? ഓക്കെ. അപ്പൊ നമ്മള് ഈ പാരഗ്രാഫിനകത്ത് എന്തെന്നാ നമ്മൾ പഠിച്ചത്? എന്ത് കാര്യം നമ്മൾ പഠിച്ചത്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാല് എല്ലാ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലയിലെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളും ആരോഗ്യ സംവിധാനങ്ങളും ആശുപത്രി ശൃംഖലകളുടെയും നേതൃത്വം, അതിന്റെ മാനേജ്മെന്റ്, അതിന്റെ അഡ്മിനിസ്ട്രേഷൻ എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. എന്ന് പറഞ്ഞാൽ അതിന് വളരെ വലിയൊരു വ്യാപ്തിയുള്ള ഒരു മേഖലയാണെന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. പിന്നെ എന്താന്ന് വെച്ചാൽ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആരാണ്? അദ്ദേഹത്തിന്റെ റോൾ എന്താണ്? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന ഓർഗനൈസേഷനും ബിസിനസ്സിനും വേണ്ടിയിട്ട് മെഡിക്കൽ ഹെൽത്ത് സേവനങ്ങൾ രൂപപ്പെടുത്തുന്നതും അതിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്നതും അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നതും ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അത് മാത്രമല്ല അദ്ദേഹം ആ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന്റെ ആനുകൂല്യങ്ങളെ നിയന്ത്രിക്കുകയും ഈ ആനുകൂല്യങ്ങൾക്കും ഫിസിഷ്യൻസിന്റെ ഇടയിൽ ഒരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നതും ആരാണ്? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ഈ പറയുന്ന ബിസിനസ് സ്കില്ലിലും ആരോഗ്യ സംരക്ഷണ മേഖലയെ പറ്റിയുള്ളൊരു നല്ലൊരു നോളജും ബാക്ക്ഗ്രൗണ്ടും ആർക്കുണ്ടായിരിക്കണം? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്ററിന് ഉണ്ടായിരിക്കണം. ഓക്കെ. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ ആണോ? മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ ആണല്ലോ? ശരി. അത്രേ ഉള്ളൂ കേട്ടോ ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഇനി നിങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ. അടുത്തതിലോട്ട് പോവാം നമുക്ക്. അടുത്തത് ഇതാണ് നേച്ചർ, സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ്. നമുക്കൊരു എന്താണ് 2:30 ആകുമ്പോൾ ഒരു 5 മിനിറ്റ് ബ്രേക്ക് തന്നെ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് എടുക്കാം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ബോറടിക്കില്ല. ഇത് നോക്കാം നമുക്ക്. നേച്ചർ, സ്കോപ്പ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ. ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേറ്റർ ആരാണെന്നുള്ള ഒരു ഐഡിയ ഒക്കെ നമുക്ക് കിട്ടി. ഇനി നമ്മൾ അറിയേണ്ടത് ഒരു ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ നേച്ചർ എന്താണ്, അതിന്റെ സ്കോപ്പ് എന്താണ്, അതിന്റെ സിഗ്നിഫിക്കൻസ് അല്ലെ, അതിന്റെ പ്രാധാന്യം എന്താണ് അല്ലെ. സ്കോപ്പിനെ പറ്റി നമുക്കറിയാം, നല്ല വിശാലമായിട്ടൊരു സ്കോപ്പ് ഉള്ള ഒരു ഫീൽഡ് ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പൊ ആ കാര്യങ്ങളാണ് ഇനി പറയുന്നത് കേട്ടോ. നോക്കാം നമുക്ക്. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ ആൾസോ ഓഫൺ കോൾഡ് എന്താണ്? സാധ്യത. അതെന്നെ സാധ്യത പറഞ്ഞു, സാധ്യത. Okay, healthcare administration also often called health administration and മറ്റു പേരുകളാണ് കേട്ടോ. മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ. It includes making both daily and long-term decisions that indicate the healthcare system's business strategies. ഇതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വേറൊരു രീതിയിൽ പറയുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒരു ആരോഗ്യ സംരക്ഷണ സ്ഥാപനം എന്ന് പറയുന്നത് ആശുപത്രി ആവാം, മറ്റു പല ഹെൽത്ത് കെയർ ഫെസിലിറ്റി ആവാം അല്ലെ. അപ്പൊ അത്തരത്തിൽ ഒരു ആരോഗ്യ സംരക്ഷണ സ്ഥാപനത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ദീർഘകാല ലക്ഷ്യങ്ങളും നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള
തന്ത്രപരമായിട്ടുള്ള എന്താണ് തീരുമാനങ്ങൾ എടുക്കുന്നത് ഇതിലൂടെയാണ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിലൂടെയാണ്. മനസ്സിലായല്ലോ? ഇതെന്ന് പറഞ്ഞൊരു ബിസിനസ്സും കൂടിയാണ് അല്ലെ. ഒരു ഇത്തരം ഹെൽത്ത് കെയർ ഫെസിലിറ്റി അല്ലെങ്കിൽ ഇത്തരം സംവിധാനം എന്ന് പറയുന്നത് അതൊരു ബിസിനസ്സും കൂടെയാണ് അല്ലെ, ബിസിനസ്സും കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ പറയുന്ന ആരോഗ്യ സംരക്ഷണ സ്ഥാപനത്തിന്റെ അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളായിക്കോട്ടെ, അവരുടെ ദീർഘകാല ലക്ഷ്യങ്ങളെല്ലാം തന്നെ നിറവേറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള വളരെ സ്ട്രാറ്റജീസ്, ബിസിനസ് സ്ട്രാറ്റജീസ് അല്ലെ, തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് എന്തിലൂടെയാണ്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിലൂടെയാണ്. ഓക്കെ, ഇപ്പോഴത്തെ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം, അവർക്കൊരു ലോങ് ടേം ഗോൾ ഉണ്ടായിരിക്കും അല്ലെ, ഒരു വളരെ ദീർഘകാലത്തെ ഒരു ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് എന്ത് വേണം? സ്ട്രാറ്റജിക്, നമ്മൾ സ്ട്രാറ്റജിക് പ്ലാനിങ്ങിനെ പറ്റിയിട്ട് നേരത്തെ പഠിച്ചിരുന്നു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞപ്പോ. അപ്പൊ അത്തരത്തിലുള്ള തന്ത്രപരമായിട്ടുള്ള എന്താണ് തീരുമാനങ്ങൾ നടക്കുന്നത് അല്ലെങ്കിൽ നടത്തുന്നത് ഇതിലൂടെയാണ്? ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിലൂടെയാണ്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ പറയുന്ന മറ്റു പേരുകളാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ അഥവാ മെഡിക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറയാം കേട്ടോ. ഇറ്റ് ഇൻക്ലൂഡ്സ് മേക്കിംഗ് ബോത്ത് ഡെയിലി ആൻഡ് ലോങ് ടേം ഡിസിഷൻസ് ദാറ്റ് ഇൻഡിക്കേറ്റ് ദ ഹെൽത്ത് കെയർ സിസ്റ്റംസ് ബിസിനസ് സ്ട്രാറ്റജീസ്. പിന്നെന്താണ് പറയുന്നത്? ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ പ്രാക്ടീസ് വിച്ച് മാനേജസ്, ലീഡ്സ്, ഓവർസീസ്, administers the operation of dynamics, complex healthcare entities, including hospitals, long-term care facilities, healthcare systems, nursing homes, pharmacies, and health insurance providers. ഇത് ഹെൽത്ത് കെയർ, ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്നതിനുള്ള വേറൊരു ഡെഫിനേഷൻ ആണ് ഈ പറഞ്ഞത്. വേറൊരു ഡെഫിനേഷൻ ആണ് ഇവിടെ പറഞ്ഞത്. അതായത് നമ്മുടെ ആശുപത്രികള്, അതുപോലെ തന്നെ ലോങ് ടേം കെയർ ഫെസിലിറ്റി ഉണ്ടാവും അല്ലെ, അതായത് ദീർഘകാല ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങള്, ഈ പറയുന്ന ജെറിയാട്രിക് കെയർ സെന്ററുകള്, അങ്ങനത്തെ ഒക്കെ ഉണ്ടല്ലോ, പാലിയേറ്റീവ് കെയർ, അതൊക്കെ എന്താണ്? ലോങ് ടേം കെയർ ഫെസിലിറ്റീസ് ആണ് അല്ലെ. റീഹാബിലിറ്റേഷൻ സെന്റർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ അത് ലോങ് ടേം കെയർ ഫെസിലിറ്റി ആണ്, ഒരുപാട് നാളത്തേക്ക് പരിചരണങ്ങൾ കൊടുക്കുന്ന ഫെസിലിറ്റീസ് ആണ്. അതുപോലെ മറ്റ് ആശുപത്രികള്, നഴ്സിംഗ് ഹോമുകള്, ഫാർമസികള്, അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് ദാതാക്കള് അല്ലെ, ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ്, അത്തരത്തിലുള്ള ആരോഗ്യ സംരക്ഷണ സംഘടനകളെ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ മുന്നോട്ട് നയിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. വേറൊരു തരത്തിലുള്ള ഒരു ഡെഫിനേഷനാണ്. തുടക്കം നമ്മളൊരു ഡെഫിനേഷൻ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ വേറൊരു ഡെഫിനേഷൻ ആണ് കേട്ടോ. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ആശുപത്രികള്, മറ്റു ലോങ് ടേം കെയർ ഫെസിലിറ്റീസ്, നഴ്സിംഗ് ഹോമുകള്, ഫാർമസികള്, ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊവൈഡേഴ്സ് പോലെയുള്ള എന്താണ് ആരോഗ്യ സംരക്ഷണ സംഘടനകളെ മുന്നോട്ട് നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ് എന്ത് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത് വേറൊരു രീതിയിലുള്ള ഡെഫിനേഷൻ. ഓക്കെ, ഇന്നോട് വായിക്കാം. ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ ഇസ് ദ പ്രാക്ടീസ് വിച്ച് മാനേജസ്, leads, oversees, administers the operation of dynamics, complex healthcare entities including hospital, long-term care facilities, healthcare systems, nursing homes, pharmacies, and health insurance providers. Okay. അടുത്ത നോക്കൂ. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞത് അതിന്റെ സ്കോപ്പാണ് പറഞ്ഞത് അല്ലെ, ഏറ്റവും വൈഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ പറഞ്ഞത് കേട്ടോ. ഇനി നമുക്കറിയേണ്ടത് അതിന്റെ സിഗ്നിഫിക്കൻസ് ആണ് അല്ലെ, അതിന്റെ പ്രാധാന്യം എന്താണ്? പ്രാധാന്യം എന്താണ്? The importance of healthcare administration involves helping a facility to എന്ന് വേണം കേട്ടോ, to എന്ന് ചേർക്കുക, അപ്പൊ അത് കറക്റ്റ് ആണല്ലോ. Helping a facility to operate daily, അങ്ങനെ വായിക്കാം കേട്ടോ. Helping a facility to operate daily, preparing programs for the public, training new employees, and assisting every patient. എന്താണ് പറയുന്നത്? ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹെൽപ്പിംഗ് ഈ ഫെസിലിറ്റി ടു ഓപ്പറേറ്റ് ഡെയിലി. അതെ, അതായത് ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ അവർ സഹായിക്കുക അല്ലെ, അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ അവർ സഹായിക്കുക. അതുപോലെ തന്നെ പ്രിപ്പയറിംഗ് പ്രോഗ്രാംസ് ഫോർ ദ പബ്ലിക് അല്ലെ, പൊതുജനങ്ങൾക്കായിട്ടുള്ള പരിപാടികൾ, അതായത് ആരോഗ്യ പരിപാടികളൊക്കെ എന്ത് ചെയ്യാം? കണ്ടക്ട് ചെയ്യുക. പിന്നെന്താണ്? ട്രെയിനിങ് ന്യൂ എംപ്ലോയീസ്, പുതിയ ജീവനക്കാർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുക. പിന്നെന്താണ്? ആൻഡ് അസിസ്റ്റിംഗ് എവരി പേഷ്യന്റ്, അതായത് ഓരോ രോഗിക്കും വേണ്ട സഹായങ്ങൾ കൊടുക്കുക. ഇതൊക്കെയാണ് എന്ത് ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. എന്തൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ്? എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഹെൽപ്പിംഗ് ദ ഫെസിലിറ്റി ടു ഓപ്പറേറ്റ് ഡെയിലി അല്ലെ, ദൈനംദിന കാര്യങ്ങളിൽ
ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റിനെ സഹായിക്കുക. പ്രിപ്പയറിംഗ് ദ പ്രോഗ്രാംസ് ഫോർ ദ പബ്ലിക്, അല്ലെ, പൊതുജനങ്ങൾക്കായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക, അറേഞ്ച് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ എന്താ പറഞ്ഞത്, ട്രെയിനിങ് ന്യൂ എംപ്ലോയീസ്, അല്ലെ, പുതിയ ജീവനക്കാർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുക. ആൻഡ് അസിസ്റ്റിംഗ് എവരി പേഷ്യന്റ്, അല്ലെ, ഓരോ പേഷ്യൻസിന് വേണ്ടി സഹായിക്കുക എന്നതാണ് ആ ഒരു ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നേച്ചർ എന്താണ്, സ്കോപ്പ് എന്താണ്, അതുപോലെ സിഗ്നിഫിക്കൻസ് മനസ്സിലാക്കി. ഇത്രയേ ഉള്ളൂ. അതായത് ഒരു എന്താ പറയുക, ആരോഗ്യ സംരക്ഷണ സ്ഥാപനത്തിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കും ദീർഘകാല ലക്ഷ്യങ്ങളും നിറവേറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ, അല്ലെ, അത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് ഇതിലൂടെയാണ്, ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേഷനിലൂടെയാണ്. പിന്നെ മാത്രമല്ല, ഇത്തരം ആശുപത്രി അല്ലെങ്കിൽ മറ്റുള്ള നഴ്സിംഗ് ഹോം, ഫാർമസി പോലെയുള്ള ആരോഗ്യ സംരക്ഷണ സംഘടനകളെ മുന്നോട്ട് നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ആ ഒരു രീതിയാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാല് ഫെസിലിറ്റികൾ, അതായത് ഹെൽത്ത് കെയർ ഫെസിലിറ്റികളെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ സഹായിക്കുക, പബ്ലിക്കിനായിട്ടുള്ള പ്രോഗ്രാമുകൾ അറേഞ്ച് ചെയ്യുക, പുതിയ ജീവനക്കാർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുക, അതിലൂടെ ഓരോ പേഷ്യന്റിനും സഹായിക്കുക. ഓക്കെ, ഇത്രയുമാണ് ഹെൽത്ത് അഡ്മിനിസ്ട്രേഷന്റെ നേച്ചർ, സ്കോപ്പ്, അതുപോലെ തന്നെ സിഗ്നിഫിക്കൻസ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഒരു 5 മിനിറ്റ് വേറെ എന്തെങ്കിലും പറയാം നമുക്ക്. ഓക്കെ, അരമണിക്കൂർ കൂടെ ക്ലാസ് കേട്ടോ. അപ്പൊ നമുക്ക് അരമണിക്കൂർ 5 മിനിറ്റ് എന്തെങ്കിലും വേറെ എന്തെങ്കിലും നിങ്ങളുടെ വിശേഷം ഉണ്ടെങ്കിൽ പറഞ്ഞു കേട്ടോ. ഓക്കെ.